പാർട്ട് 2 മെഡിക്കൽ ഇഷ്യൂ. മെഡിക്കലാണ് വൻ ഇഷ്യൂ ആണ് ഇവിടെ കുവൈറ്റിൽ. പ്രത്യേകിച്ച് എനിക്ക് മെഡിക്കൽ സെൻറ്ററിൽ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ അവസ്ഥയുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ആദ്യം മെഡിക്കൽ സെൻറ്ററിൽ ചെന്നപ്പോൾ ഞാൻ 2-3 പേരെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അവരൊക്കെ റീമെഡിക്കലിന് വേണ്ടി വന്നാക്കിയാണ്. ഇതിന് മുന്നേ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, ഞാൻ തിരൂരാണ് എടുത്തത്. സോ തിരൂർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എറണാകുളത്ത് എടുക്കണ്ട, എറണാകുളത്ത് ഇങ്ങനെ അവിടെ തോപ്പിച്ചു വിടുന്നുണ്ട്. സോ തിരൂർ എടുത്തു കഴിഞ്ഞാൽ ജയിപ്പിച്ചു വിടുന്നൊക്കെ പറഞ്ഞു. സോ ഞാനൊന്നും നോക്കാതൊക്കെയാണ് തിരൂരെടുത്തത് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് തിരൂരെടുത്തായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ ചോദിക്കുകയും ചെയ്തു എറണാകുളത്ത് നിന്നുള്ള ആളെന്തിനാണ് തിരൂർ വന്നേന്ന്. അപ്പോൾ അവർ ചിരിക്കുകയും ചെയ്തു. അവർ വിചാരിച്ച് അവിടെ പർട്ടിക്കുലർ ആ സ്ഥലത്ത് ഒരുപാട് പേര് ജയിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ എടുത്തല്ലോ. സോ അതുകൊണ്ട് അങ്ങനെയാണ് അവർ നോക്കിയൊരു ചിരി വെച്ച് പോയത്. സോ എനിക്കുണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മെഡിക്കലിൽ ചെന്നപ്പോൾ ഒരുപാട് പേര് വന്നായിരുന്നു. അവരോട് സംസാരിച്ചു. അവർ കുറച്ച് പേരൊക്കെ കുവൈറ്റുകാരാണ്. കുവൈറ്റൊക്കെ 4-5 പ്രാവശ്യമൊക്കെ റിപ്പീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മെഡിക്കലിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് ആള് എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം കേരളത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പാസ്സാകുന്നില്ല. സോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ പ്രശ്നം നടക്കണമെന്ന് അറിയില്ല. പ്രീ മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മെഡിക്കൽ ചെയ്യുമ്പോൾ ഇവർ തോപ്പിക്കുകയാണോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ പേര് ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതിൽ ഒരാളാണ് ഞാൻ. എന്തോ ഒരു ഭാഗ്യത്തിന് ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലിയറായി വന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു 10 പേര് ചെയ്തതിൽ 2 പേര് മാത്രം ക്ലിയർ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും റീടെസ്റ്റ് അടിച്ച് 4-5 തവണയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴും കുറേ പേര് കയറി വന്നത്. ഇനിയും കയറി വരാൻ ഒരുപാട് പേരുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിലേക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ പോകുമ്പോൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ മാക്സിമം ക്ലിയർ ആക്കി പോകാൻ ശ്രദ്ധിക്കുക. ഈ പനിയുടെ ഇടയിൽ അല്ലെങ്കിൽ ജലദോഷം കഫം എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നൊക്കെ ചെന്ന് മെഡിക്കൽ എടുക്കാതെ നമ്മൾ പക്ക നോർമലായി ക്ലിയർ ആയിരിക്കുമ്പോൾ മെഡിക്കൽ എടുക്കുക. ഓക്കെ, മെഡിക്കലിന് 1 മന്ത് നമുക്ക് വാലിഡിറ്റി കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു മെഡിക്കൽ ഇപ്പോൾ നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ അപ്പോയിൻമെൻറ്റിൻ്റെ ആ ഒരു സ്ലിപ്പില്ലേ, ആ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മന്താണ്. ആ 1 മന്തിനുള്ളിൽ പോകണമെങ്കിൽ നമുക്ക് മെഡിക്കൽ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ പക്ക ക്ലിയർ ആയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ജ്യൂസും പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് ഐറ്റംസുകളും കഴിക്കാൻ ശ്രമിക്കുക. ഈ കഫം, മുട്ട, അങ്ങനെ കഫമൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. മൈറ്റ് ബി ഇവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊറോണ വന്നതിൻ്റെ ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. ഇനി കൊറോണ വന്നതിൻ്റെ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി ചെയ്യാണെന്നാണോ എനിക്കറിയില്ല. സത്യങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് നമ്മൾ മാക്സിമം ചെയ്യുക, ട്രൈ ചെയ്യുക. 4-5 തവണയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട. അവർ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർ നമ്മൾ വെറുതെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഫൈനാണ്. ഇവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ 1-2 പേരെയൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. സോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം 1-2 പേര് എന്ന് പറഞ്ഞാൽ 1000-ൽ ചിലപ്പോൾ 1-2 പേരായിരിക്കാം. സോ അങ്ങനെ റെയർ കേസുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. റെയർ കേസുകളാണ് ഇവിടെ വന്നിട്ട് കേട്ടിവിടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുന്ന ഭയങ്കര വലിയ പെനാൽറ്റീസാണ്. സോ അതുകൊണ്ടുള്ള ഭയമായിരിക്കാം ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ നമ്മളുടെ പൈസ പേടിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ മെഡിക്കലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ അവർ നല്ല ഡോക്ടർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് മരുന്നൊക്കെ നല്ല സെറ്റപ്പായിട്ട് കഴിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കയറിപ്പോരാ, എല്ലാവരും കയറി വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതുപോലെ തന്നെ GCC ആയാലും എവിടെയായാലും നമ്മൾ ട്രൈ ചെയ്യുന്നത്. ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ശുഭദിനം.